ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു കറീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല അടിപൊളി കുറുമ, ചെമ്മീൻ വെച്ചിട്ടുള്ള കുറുമയാണിത്. അപ്പോൾ ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കുറുമൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടും, നല്ല തിക്നെസ്സും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. ഈ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉള്ളിയാണ് ചേർക്കുന്നത്. ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് കുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഇത് കുക്കായിക്കോളും. ഉള്ളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉള്ളി നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചെമ്മീൻ കുറുമയായതുകൊണ്ട് അധികം പുളി വേണ്ട, അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തക്കാളി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ട് നല്ല പാലെടുത്തിട്ടുണ്ട്, കട്ടിയുള്ള പാല്. ഒരു 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 15 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഒരു 1.5 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്, ചൂടുവെള്ളത്തിൽ. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അത് പേസ്റ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ പോപ്പി സീഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കുറുമ നല്ല കട്ടിയായിട്ട് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം പൊടിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെമ്മീനാണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കിലോ ചെമ്മീനാണ്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇത് ചെയ്യുന്നത്. കുറുമ ഒരുപാട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചപ്പാത്തി, പൊറോട്ട, ഭട്ടൂര അങ്ങനത്തെ അപ്പം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഓവറായിട്ട് നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഉണ്ടാവും, അപ്പോൾ അധികം വേവിക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ കറി അത്യാവശ്യം തിളച്ചിട്ട് നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ കട്ടിയാവാതെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറുമ ആകെ ലൂസായിപ്പോവും, അപ്പോൾ കുളമായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇത് കട്ടിയായതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് അങ്ങ് ബോയിൽ ചെയ്യേണ്ട. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇപ്പം കുറുമ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിയില ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുക, നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇപ്പോൾ നമ്മുടെ കുറുമ ഇതാ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്. ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും.
അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതിപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല, ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും. അപ്പം അറിയാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതൊന്ന് ഈ പോപ്പി സീഡ് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിതുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ ഇനി നല്ലൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.